ധർമ്മപ്രമാണം. ധർമ്മപ്രമാണം വ്യൂവേഴ്സിക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ചില വാദ്യാർമാർ പ്രഥമ തിഥിയിൽ சீமந்தத்துக்கு முகூர்த்தம் குறித்து கொடுக்குறா, இது சரிதானா சார்? அந்த பிரதம திதியில் சீமந்தம் മുഹൂർത്തം കൊടുക്കുക. ഇതിൽ എന്നെ പ്രശ്നം ശരിക്കും വാക്യപഞ്ചാംഗത്തിലെയോ അല്ലെ പഞ്ചാംഗങ്ങളിലെ പാത്രത്തിരി മുഹൂർത്തത്തിലെ സീമന്തத்துக்கு പ്രഥമായി വലിയ പോട്ടിരിക്കാൻ തിഥി പോട്ടിരിക്കാൻ നമ്മളതിൽ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നായിരിക്കും അരകുറയാ മനസ്സിലാക്കി ഉടനെ മുഹൂർത്തം കൊടുക്കുന്നതാക്കും ചെയ്യാറ. നിറയെ ജ്യോത്സ്യന്മാർ മുഴുവൻ പഠിച്ചവ அப்படி செய்ய மாட்டா, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അപ്പോൾ அந்த പ്രഥമയെ பொறுத்த வரைக்கும் ഒന്നിലെ அந்த അമാവാസിയോട് அந்த ദോഷങ്ങളോ ഇല്ലേ പൗർണമിയോട് ചില ചാരദോഷങ്ങളോ ഇല്ലേ സംക്രമണ ദോഷമോ அந்த തിഥിയെ ബാധിച്ചിരുന്ന പുംസുവനം ചേർന്ന് വരുമേ, അങ്ങ് പുംസുവനവും ചേർന്ന് വരും ചില സമയത്തിൽ. അപ്പോൾ அந்த പുംസുവനം സീമന്തം ചിലപ്പോൾ നടത്തുക. അപ്പോൾ പുംസവനം നടത്തുന്ന സമയത്തിൽ സീമന്തവുമായി ചേർത്ത് നടത്തുന്ന സമയത്തിൽ ഒരു കാലം இந்த പ്രഥമ തിഥി നമ്മൾ മുഹൂർത്തமாக കൊടുക്കപ്പാങ്കിലേ. അപ്പോൾ അസ്ട്രോളജിയെ പൊറുത്ത വരയ്ക്കും അരകുറയാ മനസ്സിലാക്കിനാൽ ഒന്നും ചെയ്യപ്പറ്റാതെ, നന്നാ മനസ്സിലാക്കിനാൽ മാത്രമേ നമുക്ക് മുഹൂർത്തമെല്ലാം വ്യക്തமாக കൊടുക്ക പറ്റും. അത് വ്യക്തமாக മനസ്സിലാക്കി அந்த പ്രഥമ തിരിക്ക് സംക്രമണദോഷം ബാധിച്ചിരിക്കുക ഇല്ല ഏതാത് ചാരദോഷങ്ങൾ ബാധിച്ചിരിക്കുക എന്ന് മനസ്സിലാക്കി മാത്രം താൻ அந்த പ്രഥമ തിരി മുഹൂർത്തം വെക്കപ്പെടും. എന്നെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ചൊല്ലുന്ന അന്തമാതിരി സംശയങ്ങൾ വന്നാൽ പ്രഥമ തിരിയിലെ പുംസവന സീമന്തத்துக்கு മുഹൂർത്തം കൊടുക്കവേ പാങ്കില്ലേ. അത് ശരിയായ ശാസ്ത്രവും വിധിയും.